ഹലോ നമസ്കാരം. ഞാൻ മുട്ട തിന്നാത്ത മക്കളില്ലേ, മുട്ട പുഴുങ്ങിയത് തിന്നത്തില്ല, പൊരിച്ചത് തിന്നത്തില്ല, നമ്മുടെ പൊടി പിള്ളേർ, ഒരു 6 മാസം കഴിഞ്ഞ മക്കൾ. അവർക്ക് ആ മുട്ട പുഴുങ്ങുമ്പോൾ അതിൻ്റെ വെള്ള കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, റബ്ബർ ഇരിക്കുമ്പോൾ. ചില പിള്ളേർ കഴിക്കത്തില്ല, ചില പിള്ളേർ കഴിക്കും, ചിലർ കഴിക്കത്തില്ല. അപ്പോൾ എൻ്റെ മോന് ഈ കഴിക്കാത്ത കൂട്ടത്തിലുള്ളൂ. അപ്പോൾ ഒരു ദിവസം കാൽസ്യത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒരു ദിവസം ഒരു മുട്ട വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചത്, ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രം എടുക്കും, ഇതിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കുഞ്ഞിക്കറി പാത്രം വെക്കും. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിങ് എന്നിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞോ, മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുവേ. മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു തുള്ളി ഉപ്പ്, പിന്നീട് ഒരു ശകലം നെയ്യ് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ മെയിനായിട്ട് പാത്രത്തെ പിടിക്കാതിരിക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം ഒഴിച്ചത്. പിന്നീട് നോക്കുമ്പോൾ നെയ്യ് നല്ല സാധനമാണ്. അപ്പോൾ ഒരു ശകലം, ഇത് ഇച്ചിരി അധികം ഉണ്ട്, ഒരു ശകലം നെയ്യും കൂടെ ഇതാക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞോ, ഇതിങ്ങനെ നമ്മൾ ഇളക്കണം, പാത്രത്തിൽ പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു കുഴമ്പ് പരുവ്, നമ്മളെ കുറുക്കിൻ്റെ പരുവാകും. ഇതിൻ്റെ ഉളുമ്പെല്ലാം പോകും, നെയ്യ് ഉപ്പൊക്കെ ഇട്ടതല്ലേ, ഉളുമ്പെല്ലാം പോയി അതൊരു കുറുക്കിൻ്റെ പരുവാകുമ്പോൾ നമുക്കിത് തണുത്തിട്ട് പിള്ളേർക്ക് കൊടുക്കും. മോൻ പറയുന്നത് ഇതിന് മുട്ട ജ്യൂസ് എന്നാണ്. അപ്പോൾ അവന് ഒരു കുഴപ്പമില്ല, അവനത് ഭയങ്കര ഇഷ്ടമാണ്, ടേസ്റ്റുമാണ്. മറ്റേ അവൻ മുട്ട കഴിക്കത്തേ ഇല്ല. ഡോക്ടർ എപ്പോഴും വഴക്ക് പറയും, അവന് കാൽസ്യക്കുറവുള്ളത് നമ്മൾ മുട്ട കൊടുക്കുകയെന്ന്. ഇവൻ അന്നേരം ഛർദ്ദിക്കും. ഈ മുട്ടയുടെ ഉണ്ണിക്ക് ഒരു ഉളുമ്പല്ലേ. അപ്പം ഞാൻ കണ്ടുപിടിച്ച വഴിയാണിത്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മുട്ട ജ്യൂസാട്ടോ. നിങ്ങളുടെ മക്കൾക്കും ധൈര്യമായിട്ട് ഇനി ഒരു ദിവസം മുട്ട കൊടുക്കണം. ഡോക്ടർമാർ മുട്ട കൊടുക്കാൻ പറയുമ്പോൾ, അയ്യോ ഡോക്ടറെ വെള്ള തിന്നത്തില്ലല്ലോ, നമ്മൾ ഉണ്ണിയല്ലേ കൊടുക്കുന്നത്, അപ്പോൾ വെള്ളം ഇത് അസുഖമായിട്ട് പോകുന്നുണ്ടോ, നല്ല ഡൈല്യൂട്ടായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ചൂടിലിരിക്കുമ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവരുത് കേട്ടോ, നമ്മൾ അറിയാമല്ലോ, ആ പരുവത്തിലാക്കി കൊടുക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.